എന്താ നീ ഓർത്തോർത്ത് ചിരിക്കുന്നത്? അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ട് ചിരിച്ചു പോയതാ. നിങ്ങളുടെ ആരാ ചത്തത്? ഡി പാറു, നമ്മൾ 4 പേര് ഇഷ്ടത്തിലായതേ ഇപ്പൊ ഓഫീസിൽ ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈൻ വലിക്കും. ആ സെക്യൂരിറ്റി ചേട്ടൻ വരെ ചായ ഉണ്ടാക്കുന്ന പൊന്നമ്മ ചേച്ചിയെ പ്രേമിക്കും. ആരെ വേണമെങ്കിലും പ്രണയിച്ചോട്ടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ പിണങ്ങരുത് ഒരിക്കലും. എനിക്കൊരു ജീവിതം കിട്ടിയത് ഇപ്പോഴാ. ഇനി എൻ്റെ കാര്യങ്ങൾ ഇവള് കൂടി അറിയട്ടെ, അല്ലടാ? പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ കൂടെ താമസം. അച്ഛനും അമ്മയും മരിച്ചെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആകെ കൂടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ആ നാടാക്കളിൽ നിന്ന് കിട്ടുന്നതാണ്. അതിപ്പം നോക്കി നടത്തുന്നത് എൻ്റെ കൂടെയുള്ള ചന്തു. ഇനി എൻ്റെ ആകെയുള്ള പ്രതീക്ഷ ത്രിമൂർത്തി അസോസിയേറ്റ്സും നിങ്ങളും ഒക്കെയാ. ഹേ, നിനക്കിത് എന്ത് പറ്റിയടാ? നിന്റെ അവസ്ഥ പോലെ തന്നെയല്ലേ എൻ്റെതും. അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. നിനക്ക് വണ്ടിയുടെ CC അടയ്ക്കാനൊന്നുമില്ലല്ലോ. ജാനകി ആണെങ്കിലും പ്രശ്നത്തിലാ. കൂട്ടത്തിൽ ഇവള് മാത്രമേ ഉള്ളൂ സേഫ്. അങ്ങനെ കരുതണ്ട. നമ്മൾ 4 പേരിൽ ആർക്ക് പ്രശ്നം വന്നാലും എന്റെ ഷെയർ വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ആ പ്രശ്നം പരിഹരിക്കും. നമ്മൾ ഇനി ഒരുമിച്ചാ. മറ്റാരുടെയോ പണം വെച്ചിട്ടാ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ ഭാഗ്യം മൊത്തം നമ്മുടെ പക്ഷത്താ. ഒരു ഇടിവെട്ട് ഡീല് വന്നിട്ടുണ്ട്. ഇന്നലെ വരെയും പറയാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പം പറയാം, 1 കോടി രൂപ ഉടൻ വേണം. 1.5 മാസത്തിനുള്ളിൽ 2 കോടിയായി തിരികെ വരും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സീലാ. നിനക്ക് കിട്ടിയ കാശിൽ ബാക്കി 1 കോടിയുണ്ട്. ഇത്രയും വലിയ ഡീലിന് വേണ്ടി അതൊന്ന് എടുത്തൂടെ? അതാദ്യമേ സാജൻ പറഞ്ഞല്ലേ മുഴുവൻ കാശ് കൊടുക്കില്ലെന്ന്. നീ ഇടപെടണ്ട, അവൻ പറയട്ടെ. എടാ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഡീലാ അത്. ഇനി ആ 1.5 കോടിയുടെ അവകാശം വന്നാലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് വേണ്ടടാ, വിട്ടേരെ. കണ്ടില്ലേ, അവന് താല്പര്യമില്ല. മിണ്ടായിരേടി. വെറും 50 ലക്ഷം രൂപയെന്നാ നമ്മൾ ഇത്ര എത്തിയത്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അതെടുക്ക്. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മയുടെ മകനെത്തി. ഊണ് കഴിക്കാൻ വരാറില്ലെന്ന് പരാതിയായിരുന്നല്ലോ. നിനക്കിത് ക്ലാസ് അല്ലേ? പോയില്ല, നല്ല സുഖമില്ല. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞോ? ഓരോ കള്ളത്തരം പറഞ്ഞിരുന്നോളും. ഇങ്ങനെ കടിച്ചു കയറാനാണെങ്കിൽ ഉണ്ണാൻ വരണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാരല്ല, ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിയത് മതി. ഊണ് കഴിക്കേ. അമ്മ, ആ പള്ളിക്കൂടം കളി ആദ്യം കഴിക്കട്ടെ. ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. ആഹാ, ഉറങ്ങാൻ പോയാലും ഇവിടെ വന്നിരിക്ക. എന്നാ ഒന്ന് ഊണ് കഴിക്കേ. ആ അമ്മേ, ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നീ എന്താ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലേ നിനക്ക്? അമ്മ പോയിക്കോ, ഞാൻ വരാം. അമ്മേ, എന്തിനാടാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടുന്ന് പോകുന്നവര് വരുന്നതല്ലാതെ പിന്നെ വേറെ ആര് വരാനാ? സവിതയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരാന്ന് പറഞ്ഞു. അവള് ഹോസ്റ്റലിലായതുകൊണ്ട് ശനിയാഴ്ച വരാൻ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് അവളിവിടെ എത്തുമല്ലോ. വാടാ, വന്ന് ഊണ് കഴിക്ക്. എനിക്ക് വിശക്കണു. വാ. ചേട്ടാ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. ഗോവിന്ദമാമ വന്നിരുന്നു. അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. പിന്നെ കുറെ നേരം ചേട്ടന്റെ മുറിയിലും കയറി കിടന്നു. ഗോവിന്ദമാമ വന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ അത്ര സന്തോഷമുള്ള കാര്യമില്ലാത്തോണ്ട് പറയാതിരുന്നതാ. വെള്ളം അടിച്ചിരുന്നു. നീ ഇരിക്കേ. നിന്റെയും നളിനിയുടെയും കല്യാണക്കാര്യം പറഞ്ഞ്
എന്റെ നേരെ കുറെ ചാടിക്കേറി. പിന്നെ ആളെ കണ്ടില്ല. അപ്പോഴാ കവിത പറഞ്ഞത് നിന്റെ മുറി കയറി കിടപ്പുണ്ടെന്ന്. ഊണ് കാലായപ്പോഴേക്കും വിളിക്കാൻ ചെന്നു. അപ്പോഴേക്കും ആള് സ്ഥലം വിട്ടു. നീ കഴിക്കേ. ഈ വണ്ടി കൊണ്ട് നടന്ന ആരോ വന്ന് തല കൊയ്ത് കളയും മറ്റേത് കളയുന്നൊക്കെ നീ അല്ലേ വിളമ്പിയത്. എന്നിട്ടിപ്പോ എന്തായി? ഇത് വന്നതിന് ശേഷം എനിക്ക് ഭാഗ്യമാ. ഇതിനേക്കാൾ ചീപ്പായിട്ട് 2 വണ്ടി കൂടെ കിട്ടി. അതും ഇതിന്റെ ഓണർമാരുടെ കയ്യിൽ നിന്ന് തന്നെ. ഞാനും അവന്മാരും തമ്മിൽ ഇപ്പൊ ഭയങ്കര കമ്പനിയാ. പിന്നെ ഇന്നാണെങ്കിൽ അപ്രതീക്ഷിതമായി ഇത്തിരി കാശും കിട്ടി. ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരിയൊന്നും അല്ല, ഇമ്മിണി കൂടുതലുണ്ട്. അതിൽ നിന്ന് എടുത്ത 2 വണ്ടി വാങ്ങിച്ചു. എടേ, എന്റെ മുല്ലം പൂക്കും. നിന്റെ ത്രിമൂർത്തിയുടെ അപ്പുറത്ത് ഞാൻ ഏകമൂർത്തി എന്ന് തുടങ്ങും. നോക്കിക്കോ. സത്യം പറയടാ, എവിടെ കൊണ്ട് കുടിച്ചിട്ടടാ പണം? മുട്ടടിച്ചോടാ രാസ്കൽ. പറയടാ, പറയടാ. അമ്മേ, സാജേട്ടൻ വന്നു. സത്യാണോ നീ പറയുന്നേ? കള്ളാണെങ്കിൽ അമ്മ ഒന്ന് നോക്ക്, വാ. ആഹാ, എന്റെ മോൻ ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന് കരുതി. നീ മാത്രമേ ഉള്ളോ? നാത്തൂനും കൊച്ചാട്ടനും ഒന്നും വന്നില്ലേ? അമ്മാവനെവിടെ? കണ്ടോ, രക്തബന്ധം രക്തബന്ധം തന്നെ. നമ്മളൊക്കെ അന്യര് അല്ലേ മക്കളെ? ദേ, നിങ്ങളുടെ അനന്തരവും വന്നിട്ടുണ്ട്. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണമല്ലോ. ഞാൻ ചായ എടുക്കാം. നിനക്ക് പ്രിയപ്പെട്ട പലഹാരം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം. സാജേട്ടന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? വലിയ ചാടയാണെങ്കിൽ പോ. എണിക്കണ്ട, ഇരിക്കെ. അത്ര വലിയ ബഹുമാനമൊന്നും നിനക്ക് എന്നോടില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഒരാൾക്ക് ഭാഗ്യം വരുമ്പോ ശത്രു മിത്രമൊക്കെ ഒത്തുകൂടുവന്ന് കേട്ടിട്ടുണ്ട്. ആ, എന്നാ നീ ഇരി. ദൂരം ഒത്തിരി ഉണ്ടേ. സമയത്തിന് അവിടെ എത്തണം. ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ളതാ. ലക്ഷങ്ങളുടെ ഏർപ്പാടാണേ. നിന്റെ അമ്മാവ് റബ്ബർ തോട്ടം വാങ്ങാൻ പോവാ. കാശ് എവിടുന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ചോദിച്ചാ ദേഷ്യപ്പെടും. ഞാനും അമ്മയും നിർബന്ധിച്ച് ചോദിച്ചതാ. അപ്പൊ പറയാ കളഞ്ഞു കിട്ടിയതാന്നു. അച്ഛൻ കാറും ബുക്ക് ചെയ്തിട്ടുണ്ട്, 12 ലക്ഷത്തിന്റെ. ഒറ്റ നോട്ടത്തിൽ ഇവിടെ കാണുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാ. വിശാലം, കുറിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ല അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ എന്തെങ്കിലും. ഇനി നിനക്ക് സംശയമുള്ള ആളിന്റെ ഫിംഗർ പ്രിന്റ്സ് കൂടി കാണണം. എന്താടാ ഇഷ്യൂ? അത് പിന്നെ പറയാം. ആളിവിടെ ഉണ്ട്, ഞാനിപ്പോ കൊണ്ടുവരാം. നീ അങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രം അമ്മാവൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അന്നത്തോടെ വരവ് നിർത്തിയനെ. അമ്മാവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. എല്ലാം കൂടെ ഒഴിച്ചു കുടിച്ചിട്ട് വിളിച്ചു പറയാതിരുന്നാ നല്ലത്. നീ കുടിക്കോടെ. ബഹുമാനൊക്കെ അവിടെ ഇരിക്കട്ടെ. കുടിക്കൊക്കെ പറ. കുടിച്ചിട്ടില്ല, ഇന്ന് കുടിക്കാം. അമ്മാവനാ ഗുരു. ഓ, അതുകൊണ്ട് അമ്മാവൻ കുടിച്ച ഗ്ലാസ്സിൽ തന്നെ കുടിക്കാം. അതന്നെ വേണോ? വേറൊരു ഗ്ലാസ് ആയിക്കൂടെ? എന്റെ ഒരാഗ്രഹ. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങുന്നു. വേണ്ട, വെള്ളം ഞാൻ ഒഴിച്ചോളാം. ഓ. അമ്മാവന്റെ മുമ്പിലിരുന്ന് ബഹുമാനം കൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റണില്ല. ഞാനങ്ങ് മാറിന്ന് കുടിച്ചോളാം. ഓ, ചവയ്ക്കാൻ. ഓ, വിശാലം, ഒരു ഗ്ലാസും കൂടി എടുത്തേ. ഗ്ലാസ്സിൽ കണ്ട അടയാളവും കട്ടിലിൽ കണ്ട അടയാളം സെയിം ആണ്.
ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ കൃത്യമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും എന്താണ് നിന്റെ പ്രശ്നം? എനിക്കറിയേണ്ടത് ഈ മുറിയിൽ എല്ലായിടത്തും കണ്ട വിരൽപ്പാടും ഈ ഗ്ലാസ്സിലെ വിരൽപ്പാടും ഒന്നാണോ എന്നാണ്. അതാണോ? അതെ. അപ്പൊ നീ വിട്ടോ, ബാക്കി ഞാൻ മാത്രം ചെയ്യേണ്ടതാ. ഞാൻ ഹെൽപ്പ് ചെയ്യാടാ. വേണ്ടടാ, നീ പൊക്കോടാ. അപ്പൊ എന്നെ കൊണ്ട് വിചാരിച്ചാലും നീ സാധിച്ചല്ലോ. എന്നാ ഞാൻ പോട്ടെ. എന്നെ മനസാക്ഷിയില്ലാത്തവൻ കുടുംബദ്രോഹി എന്നൊക്കെയല്ലേ ഈ കുഴിവിള വീട്ടുകാർ മുഴുവൻ വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് എന്തായി? ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായോ? കൊച്ചാട്ടൻ എന്നും എന്റെ കൊച്ചാട്ടൻ തന്നെ. ഈ നാത്തൂനും അളിയനും എനിക്ക് എന്നും എന്റെ അളിയൻ തന്നെയാ. വാസുദേവൻ എന്ന പേര് വാസുട്ടി എന്ന ചെല്ലപ്പേരാക്കി മാറ്റി ആദ്യം വിളിച്ചത് ആരാ? ഈ ഞാനാ. പക്ഷെ നിങ്ങളാ സന്തതി ഉണ്ടല്ലോ, അവനെ പല മോനെന്ന് വിളിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിങ്ങളുടെ ആഗ്രഹം അവൻ സാധിച്ചു തരും. എന്റെ ഏതാഗ്രഹം? 10 പവൻ പോലും കിട്ടില്ലെന്ന് കരുതിയിട്ടല്ല എന്റെ മോളാവൻ വേണ്ടെന്ന് വെച്ചത്. ഇപ്പോ 10ന്റെ സ്ഥാനത്ത് പവൻ 100 കൊടുക്കാൻ പോകുന്നത്. കാറും കൊടുക്കും, ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റമുണ്ട്. ചെറുക്കൻ വിശാലം നിന്റെ മോനല്ല, നല്ല 1ാം തരം എഞ്ചിനീയർ. തോറ്റതല്ല, ജയിച്ചവൻ. നീതി കിട്ടിയ പോലെയല്ലേ എന്റെ കയ്യിൽ കാശ് വന്ന് ചേർന്നത്. അതും എത്രയാണ് ഈ കമലം? വിശാലം എത്രയാ? അല്ലെങ്കിൽ വേണ്ട, അതൊന്നും നിങ്ങൾ ഇപ്പൊ അറിയണ്ട. ഓ, ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും കൈ നിറയെ പണം. അമ്മാവനാ നോക്കില്ലടാ. സ്വന്തം അമ്മാവനാണ് എടുത്തിട്ട് ഉരുട്ടുന്നത്. അളിയൻ എന്ത് പണിയായി കാണിച്ച്? എന്റെ പൊന്നളിയാ, ഞാനൊരു തമാശക്ക് നള്ളിയെ മറ്റൊരുത്തിന് കെട്ടിച്ചുടക്കണമെന്ന് പറഞ്ഞു പോയി. തമാശക്ക് അത് കേട്ടതും ഇവന്റെ കുത്തിന് കയറി പിടിച്ചു കൊടുത്തിട്ട് ഉരുട്ടി. എനിക്കൊന്നും പറ്റിയില്ല. മുത്തേ നൊന്തടാ, സാരമല്ല കേട്ടാ, സാരമല്ല. എന്നിട്ട് കേക്കളിയാ, അതൊന്ന് തിരുത്തി പറയാൻ ഒരു അവസരം തരണ്ട എനിക്ക്. ഇത് നമ്മൾ തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളല്ലേ. എന്റെ കൊച്ചിനെ ഇവനെ കൊടുക്കൂ. മക്കളെ, ഇത്ര സ്നേഹമുള്ള അമ്മാവനാണോ എടുത്തോട്ട് ഉരുട്ടിയത്? മതി അളിയാ, ഇനി അവന് വഴക്കൊന്നും പറയണ്ട. അളിയങ്ങ് വന്നേ, വാ, നമുക്കിതൊന്ന് ആഘോഷിക്കണം അളിയാ. അതിൽ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. നാത്തൂനെ, ഞാനിങ്ങ് പേടിച്ചു പോയി. ഞാനും വിചാരിച്ചു ചേർക്കാൻ എന്താ പറ്റിയ. സാജൻ എന്ന പേര് മാറ്റിയിട്ട് കാർക്കോടകന്നിടാം, അതാ ചേരുന്നേ. മനസ്സിൽ ഇത്രയൊക്കെ വെച്ചോണ്ട് നടന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. താങ്ക്സ്. ദേ അവൻ വന്നു. എവിടെയായിരുന്നടാ 2 ദിവസം? ഞാനും പാർവതി മാറി മാറി വിളിച്ചു. ഇടയ്ക്ക് ബെല്ലുണ്ടായിരുന്നു, അപ്പോൾ എടുത്തില്ല. പിന്നെ സ്വിച്ച് ഓഫും. എന്തു പറ്റി? ഓ, ഒന്ന് കറങ്ങി. വെറുതെ കുറെ പ്രശ്നങ്ങൾ. വീട്ടിലോ? അതെല്ലാം ഉണ്ട്. ഞാൻ വീട്ടിലും ഇല്ലായിരുന്നു. നീ വീട്ടിലുണ്ടായിരുന്നു എന്ന് വാസൂട്ടി ഞങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അന്ന് പറഞ്ഞ ഡീൽ എന്നാ? നീ കാശെടുത്തോണ്ട് വന്നോ? ഡാ, നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ വീട്ടിലായിരുന്നല്ലോ ക്യാഷ് വെച്ചിരുന്നത്. അമ്മാവനും എല്ലാവരും 2 ദിവസമായിട്ട് വീട്ടിലുണ്ട്. അവരുടെ കണ്ണുവെട്ടിച്ച് അതുമായി ഇറങ്ങാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമാണോ? ഞാനും വരാം, നീ ഒന്ന് കൂടെ നിന്നാ മതി. ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചോളാം. ഡീല് 2 ദിവസത്തേക്ക് മാറ്റി വെക്ക്. അത് പറ്റില്ലേ? അത് നടക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് പറഞ്ഞതാ. നല്ല പ്രോഫിറ്റും കിട്ടുന്നതാ. നീ ഉഴപ്പാതെ വാ, പോവാം. അത്ര ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ വേണ്ട, നീ അത് ക്യാൻസൽ ചെയ്തേക്ക്. എന്തു പറ്റി? ഒന്നും പറ്റാതെ ഇവിടെ വന്ന് വിളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കുറെ വിളിച്ചായിരുന്നു കേട്ടോ. കുറെ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും. പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു കിടക്കണോ? എനിക്കറിഞ്ഞൂടാ.